VD സതീശൻ അനന്യനായ ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്താൻ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി. അത്തരക്കാരെ രാഷ്ട്രീയത്തിൽ കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമോ ഇന്ത്യയിൽ മാത്രമോ അല്ല, ലോകത്തെവിടെയും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ജെയിംസ് ഓട്ടീസൺ ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു പുസ്തകം, 2021 എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ 7 Deadly Economic Sins, 7 മാരക സാമ്പത്തിക പാപങ്ങൾ എന്നാണ്. അത് രാഷ്ട്രീയക്കാരെ പിടിപെടുന്ന 7 സാമ്പത്തിക പാപങ്ങൾ. ഏതൊക്കെയാണ് ഈ രാഷ്ട്രീയക്കാരെ പിടിപെടുന്ന സാമ്പത്തിക പാപങ്ങൾ? ജെയിംസ് ഓട്ടീസൺ ചൂണ്ടിക്കാണിക്കുന്നത് അഹങ്കാരം ഒന്നാമത്തേത്, രണ്ടാമത്തേത് ആർത്തി, മൂന്നാമത്തേത് കാമം, നാലാമത്തേത് അസൂയ, അഞ്ചാമത്തേത് അത്യാർത്തി, ആറാമത്തേത് ഉഗ്രകോപം, ഏഴാമത്തേത് അലസത. അതായത് രാഷ്ട്രീയത്തിലേക്ക് വന്ന് അധികാരമൊക്കെ കിട്ടി അങ്ങനെ ചുവട് വെച്ച് പോകുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള മാരക പാപങ്ങളിലേക്ക് കൂപ്പ് കുത്തുന്നവരാണ് ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥം സമർത്ഥിക്കുന്നത്. അതിന് നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പോൾ തന്നെയുള്ള ട്രംപിനെ ഒന്ന് നോക്കാം. ട്രംപിന്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പുതിനെ നോക്കാം, ഷീ ജിൻപിങ്ങിനെ നോക്കാം. മാവോ സേതുങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുള്ള കാമാസക്തി അത് പറയാനേ പറ്റത്തില്ല പൊതുജനത്തിന് മുൻപിൽ. അത്ര ആസക്തനായിരുന്നു അദ്ദേഹം. അധികാരത്തിലും ഒന്നിലും അദ്ദേഹം കുറവായിരുന്നില്ല. ഇനി അതുപോലെയാണ് നമ്മൾ ഏത് നേതാക്കന്മാരെ എടുത്താലും വളരെ ചുരുക്കം നേതാക്കന്മാർ മാത്രമേ ഈ 7 മാരക പാപങ്ങൾക്ക് അടിപ്പെടാത്തവരായിട്ട് കാണൂ. അങ്ങനെയുള്ള ഒരു നേതാവായിട്ടാണ് VD സതീശനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ ആയിട്ട് മനോരമയുടെ ചാലഞ്ചില് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത് പൊതുജനമാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ പൊതുജനം ഇത്തരം അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ തീർച്ചയായിട്ടും കണക്കിലെടുത്തിട്ടുണ്ടാവണം. കാരണം നേരത്തെ ഓട്ടീസൺ പറഞ്ഞതുപോലെ തന്നെ അത്തരം മാരക പാപങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, കഴിവതും ഏതുവിധ സാഹചര്യങ്ങളിലും, അതായത് മനസ്സ് മടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉഗ്രകോപിഷ്ടനാക്കത്തക്ക സാഹചര്യങ്ങളിൽ പോലും വളരെ മനസാന്നിധ്യത്തോടെ ആരെയും സമീപിക്കുന്ന, എന്തിനേയും ഫേസ് ചെയ്യുന്ന ഒരു സ്വഭാവ ഗുണം, അത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രം രാഷ്ട്രീയ നേതാക്കളിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളിലും കിട്ടുന്ന ഗുണമാണ്. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഈ പക്വത കൈവരിച്ചത് കുട്ടിക്കാലം മുതലേ ഒരു വായനാശീലക്കാരനാണ്. അങ്ങനെ അറിവിന്റെ അഗാധതയിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ശ്രീ ശങ്കരാചാര്യരെയും അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമിയെയും അങ്ങനെ 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 ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചാലും മതിയല്ലോ. അങ്ങനെ നിരന്തരം അത് ഭഗവത്ഗീത എടുത്ത് ഇതവിടെ ഇരിക്കണ്ടേ, ഭഗവത്ഗീത എടുത്ത് വായിക്കുമ്പോൾ എന്തൊരു മനസ്സമാധാനമായിട്ട് ബൈബിൾ വായിക്കുന്നത് പോലെ, ഖുറാൻ വായിക്കുന്നത് പോലെ ഭഗവത്ഗീത വായിച്ചാലും നമുക്ക് മനസ്സമാധാനമാണ് കിട്ടുക. ഒരു തരത്തിലും ആരോടും വിരോധമോ വിദ്വേഷമോ പകയോ ഒന്നുമല്ല തോന്നുക. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈ സദ്ഗ്രന്ഥങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ധാരാളമായി വായിച്ചാകാം അദ്ദേഹത്തിന്റെ അറിവിന്റെ ആ ചക്രവാളം വളർത്തിയിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ സ്വാംശീകരിക്കുന്ന ക്ഷമാശീലവും മറ്റു ഗുണപാഠങ്ങളുമായിരിക്കാം അദ്ദേഹത്തെ ഇപ്രകാരത്തില് മുന്നോട്ട് പോകാൻ, ഇപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനും മറ്റുമുള്ള സാധ്യതകളിലേക്ക് എത്തിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സതീശനെ പറ്റി പറയുമ്പോൾ ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുന്നത്, നമ്മുടെ ഈ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ ഹിതം കവർന്നെടുക്കാൻ വേണ്ടി ഏതെല്ലാം രീതിയാണ് സ്വീകരിച്ചത് എന്ന് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. ആദ്യം തന്നെ കേരളീയം എന്ന മാമാങ്കം നടത്തി, ബഹുകോടികൾ മുടിച്ചു. രണ്ടാമത് ഈ ബഹുകോടികൾ മുടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള മാമാങ്കമായിരുന്നു അത്രേ. അങ്ങനെ കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന എന്തിനാ?
ഈ ഗവൺമെന്റ് വരുന്നതിനൊക്കെ എത്രയോ മുൻപ് തന്നെ ആഗോള തലത്തിലുള്ള 19 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, ആഗോളതലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 19 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളം തീരുമാനിക്കപ്പെട്ട് ലോകം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ കേരളത്തെ ആഗോളതലത്തിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഒരു കേരളീയം എന്ന മാമാങ്കം ഒരു കാരണവശാലും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ പരസ്പരം ചൊറിയാൻ, അതായത് ഗവൺമെന്റിന്റെ പോക്കറ്റിൽ പണം ഇട്ട് കൊടുക്കുന്നവരെ അങ്ങോട്ട് ചെന്ന് ആശ്വസിപ്പിക്കാൻ, അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ, അവരെ ഹൈലൈറ്റ് ചെയ്യാൻ ഒക്കെ വേണ്ടിയാണ് ഇങ്ങനത്തെ മാമാങ്കങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് തീർന്നില്ല. രണ്ടാമത് വന്നിരിക്കുന്നു നവകേരള സദസ്. നവകേരള സദസ്സിന് വേണ്ടി 1,05,00,000 രൂപയുടെ ബസ് വാങ്ങിച്ചതും. അപ്പൊ നമ്മളൊക്കെ ഓർത്തു ഒരു പക്ഷേ ഇനി അകമ്പടി വാഹനങ്ങൾ കൂടെ പോകില്ലെന്ന്. പക്ഷെ അകമ്പടി വാഹനങ്ങളോട് കൂടിയാണ് എന്നിട്ടും കേരളം കാണാൻ ഇറങ്ങിയത്. ആരെയാ കണ്ടത്? ഇവിടുത്തെ പൗരപ്രമുഖരെ. അതുപോലെയാണ് പിന്നെ എൻ്റെ കേരളം പരിപാടി നടത്തി. അവിടെയും ഈ പറയപ്പെട്ട പൗരപ്രമുഖരെ ഒക്കെ വിളിച്ചിരുത്തിയാണ് അതിനുവേണ്ടിയും ബഹുകോടികൾ ഇങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ രണ്ടാമത്തെ ഭരണം കയ്യിലെത്തതിന് ശേഷമുള്ള സമയം മുഴുവനും കളഞ്ഞത്. അത് സമയം വൃഥാ ചെലവഴിച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്? ആരുടെ ആവശ്യങ്ങളാണ് ഒരു ഗവൺമെന്റ്, ഒരു ഡെമോക്രസിയിൽ അറിയേണ്ടത്? താഴെ തട്ടിലുള്ളവരുടെ അവകാശങ്ങൾ, ആഗ്രഹങ്ങൾ. അവർക്ക് എന്താണ് ഇപ്പോൾ ലഭ്യമല്ലാത്തത്? എന്താണ് അവർക്ക് ലഭ്യമാക്കേണ്ടത്? അത് അവരുടെ വായിൽ നിന്ന് തന്നെ പഠിക്കുക. അതാണ് ഒരു നല്ല വായനക്കാരൻ, ഒരു നല്ല ഭരണകർത്താവ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല ആ ഗവൺമെന്റ്. അതിന്റെ പരിണിത ഫലമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും LDF കൊയ്തെടുത്ത ആ പരാജയം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇപ്പോ നമ്മുടെ VD സതീശൻ, നമ്മുടെ കഥാപാത്രം, ഒരു യാത്ര ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, അതായത് കോൺഗ്രസ്, ഒരു പക്ഷേ കൂടെയുള്ള മറ്റു മുന്നണികളും ഒക്കെ ഉണ്ടാകാം, അവിടെയും ഇവിടെയും വെച്ച് പങ്കുചേരാനൊക്കെ ആയിട്ട്. എന്തായാലും എന്താണ് VD സതീശൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൗരപ്രമുഖരെ കാണലല്ല, അവരുടെ പുറം ചൊറിഞ്ഞ് അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കൈയിട്ടെടുക്കലല്ല. പകരം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പാവപ്പെട്ടവരെ ചെന്ന് കാണുക, അവരുടെ ഇംഗിതം എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ കഷ്ടപ്പാടുകൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും. കാരണം VD സതീശന് അറിയാം, കേരളം ഇപ്പോ കടക്കണിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ഒരു പക്ഷെ ഒരു ഭരണം തിരിച്ചു പിടിച്ച് കോൺഗ്രസിന് വരാനായാൽ തന്നെ ഈ സംസ്ഥാനത്തെ ഒരു സാമാന്യേന സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റണമെങ്കിൽ പെടാപ്പാട് പെടേണ്ടി വരും ഭരിക്കുന്നവര്. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ജനങ്ങളെ കാണാൻ, ജനങ്ങളെ നേരിട്ട് കണ്ട്, സാധാരണ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങൾ തിരക്കി അറിഞ്ഞ് ഇത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട ദിവംഗതനായ ഉമ്മൻചാണ്ടി സാറിനെയാണ്. അദ്ദേഹം ഇങ്ങനെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം കേരളം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. സാധാരണക്കാരുടെ സങ്കടങ്ങൾ കണ്ടു. അവരുടെ കൊടുക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ എഴുതി കൊടുത്ത ആ പേപ്പറുകളെല്ലാം അദ്ദേഹം ഒരു വിശുദ്ധ ലിഖിതം പോലെയാണ് സ്വീകരിച്ചത്. വിശുദ്ധ ലിഖിതം പോലെ സ്വീകരിച്ച് അദ്ദേഹം അതിനൊക്കെ പരിഹാരം കാണാനായിട്ട് ശ്രമം നടത്തി. എനിക്കറിയാം, ഞാൻ വയനാട് ജില്ലയിൽ പോയപ്പോൾ, ഞാൻ വയനാട് ജില്ലക്കാരിയാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ അദ്ദേഹം വന്നപ്പോൾ എന്തായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആനയും ഒക്കെ സാധാരണ പകല് പോലും ഇറങ്ങി നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളില് സാധാരണ ജനങ്ങളെ കണ്ട് അവരുടെ പരാതികൾ സ്വീകരിക്കാൻ അദ്ദേഹം തമ്പടിച്ചിരുന്ന് അങ്ങനെ പരാതികൾ സ്വീകരിച്ച് രാവേറെ ചെന്നിട്ടും ആഹാരം പോലും കഴിക്കാതിരുന്ന്, അയ്യോ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്നതാണ്, അതുകൊണ്ട് ഈ 1 മണി 2 മണിയൊക്കെ ആയി, ഇനി നമുക്ക് നിർത്തി പോകരുതോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കണ്ടേ? ഈ ഇരിക്കുന്ന, എന്നെ കാണാൻ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ആനയെ ഭയമില്ലെങ്കിൽ ഞാൻ എന്തിനു ഭയക്കണം? അങ്ങനെയുള്ള ഒരു മനുഷ്യനെ മുഖ്യമന്ത്രിയായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു ജനത്തിന്റെ ഭാഗ്യമാണ്. അത്തരം ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന് UN അവാർഡൊക്കെ, ഏറ്റവും നല്ല ഒരു ജനസമ്മതനായ മുഖ്യമന്ത്രി എന്ന കാരണത്തിന് വേണ്ടിയിട്ട് അവാർഡൊക്കെ കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള ആ മുഖ്യമന്ത്രിയെ പിൻപറ്റുന്ന,
ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ വി ഡി സതീശൻ പഠിച്ചിട്ടുണ്ടാകാം. തിരിച്ചും ഉമ്മൻചാണ്ടി വി ഡി സതീശനിൽ നിന്നും പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇദ്ദേഹവും സ്റ്റുഡന്റ് രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണല്ലോ. അപ്പം അങ്ങനെ നല്ല പാഠങ്ങൾ എവിടെ കണ്ടാലും കളയാതെ അതൊക്കെ സ്വായത്തമാക്കി അത് പരീക്ഷിച്ച് വിജയിപ്പിക്കുക, സ്വന്തം ജീവിത വിജയത്തിലേക്ക് അവയൊക്കെ കൂട്ടുപിടിക്കുക. ആ തരത്തിൽ വളർന്നു വന്ന ഒരു നേതാവായിട്ടാണ് വി ഡി സതീശനെ ഞാൻ ഇപ്പോഴും കാണാറുള്ളത്. അപ്പോ ജനത്തിന്റെ ആവശ്യം അറിഞ്ഞ് നയരൂപീകരണം നടത്തണം എന്നുണ്ടെങ്കിൽ, അതുപോട്ടെ ജനത്തിന്റെ ആവശ്യമറിഞ്ഞ് നയരൂപീകരണം നടത്തുകയല്ലല്ലോ ആദ്യം ചെയ്യേണ്ടത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാനും വരാനേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ആദ്യം ഒരു ജനാധിപത്യ സംവിധാനത്തില് ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്യേണ്ടത്? ഇലക്ഷൻ വരുമ്പോഴേക്കും ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു, എന്ത് ചെയ്യും, അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കും. ആ മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതിന് മുൻപാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ ഇങ്ങനെ ഈ പറയപ്പെട്ട സാധാരണ ജനങ്ങളെ കാണാനായിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം അവിടെയൊക്കെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഉടനടി നടത്തി കൊടുക്കാൻ തീർച്ചയായിട്ടും പറ്റില്ല. അത്ര ഒരു സാമ്പത്തിക ഭദ്രതയില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ കേരളം എത്തിപ്പെട്ടിരിക്കുന്നത്. എങ്കിലും എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം, എവിടെ വെച്ച് അതിനൊരു അറുതി വരുത്താൻ പറ്റും, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സമഗ്രമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ഈ തരത്തിലുള്ള ഒരു ജനഹിതം തേടിയുള്ള യാത്രയിൽ. അങ്ങനെ ആ യാത്രയിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ പ്രേരിപ്പിച്ച, അദ്ദേഹത്തെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ മൊത്തമായിട്ടും, കോൺഗ്രസ് പാർട്ടിയെ പറ്റി മാത്രം അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു വളരെ മിടുക്കരും, അതായത് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരുപാട് നേതാക്കന്മാരിലെ ശ്രേഷ്ഠനായ ഒരു നേതാവ് ശ്രീ വി ഡി സതീശൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ നേതാക്കന്മാരെല്ലാവരും കൂടിയാണ് നമ്മുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് മുൻപ് നാം ജനഹിതം അറിയണം. ആ ജനഹിതം അറിയണം എന്ന് പറയുമ്പോൾ അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി നവംബർ 1 പ്രഖ്യാപിച്ചതാണ്. അത് പ്രഖ്യാപിച്ചിട്ടും നമുക്കറിയാം, ആറളം ഫാമിന്റെ തീരത്ത്, അതായത് പുഴയുടെ തീരത്ത് ഒരു വീട് പോലും ഇല്ലാതെ രാത്രിയിലും ഒക്കെ ശൈത്യത്തിലും ഒക്കെ കിടന്നുറങ്ങുന്ന വന്യമൃഗങ്ങളും മറ്റു സർപ്പങ്ങളുമുള്ള സ്ഥലത്ത് കിടന്നുറങ്ങുന്ന പാവപ്പെട്ട 35 കുടുംബങ്ങളെ പറ്റി, 40 കുടുംബങ്ങളെ പറ്റിയുള്ള കഥയൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ അതിദരിദ്രർ ഇപ്പോഴും കേരളത്തിലുണ്ട്, ഇരിക്കട്ടെ. അപ്പൊ എന്താണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്? നേരിട്ട് പോയി ഇത്തരം ദുർഘട സന്ധിയിൽപ്പെട്ടിരിക്കുന്നവരെ കാണുക, ഏതൊക്കെ വിധത്തിലുള്ള ബുദ്ധിമുട്ടുള്ള, അത് വന്യമൃഗ മനുഷ്യ സംഘർഷമുള്ളിടത്ത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും കേട്ടറിഞ്ഞ് അവരുടെ അനുഭവസ്ഥരിൽ നിന്ന് കേട്ടറിഞ്ഞ് അതിന് പരിഹാരം കാണാൻ തക്ക രീതിയിൽ പോളിസി മേക്കിംഗ്, നയപരിപാടികൾ രൂപീകരിക്കുക, അതിന് അനുസൃതമായ രീതിയിൽ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കുക, അങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് പോവുക. അപ്പൊ അങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ സാധാരണ രീതിയിൽ ജനങ്ങൾക്ക്, അതായത് ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ, അപ്പൊ അതിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന അതേ വായ്ത്താരികൾ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും പലപ്പോഴും പറയാറുള്ളത്. അദ്ദേഹം പറയുന്ന ഇവിടുത്തെ ദാരിദ്ര്യം എല്ലാം കുറഞ്ഞു വരുന്നു, ഇവിടെ വികസിത് ഭാരത് 2047 ആവുമ്പോഴത്തേക്കും വികസിത ഭാരതമാകും, ഇതാ ഇപ്പൊ 3ാമത്തെ ഹയസ്റ്റ് GDP ആയി 2027 ആവുമ്പോഴത്തേക്കും ഇന്ത്യ മാറും എന്നൊക്കെയുള്ള വായ്ത്താരികളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ അടുത്ത നാളിലാണ് വേൾഡ് ഇനീക്വാളിറ്റി ലാബ്, അതായത് വേൾഡ് ഇനീക്വാളിറ്റി, അതായത് ലോകത്തെ അസമത്വം പഠിക്കുന്ന ലാബ്, ആ ലാബ് ആരാണ് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? 200 അതിപ്രശസ്തരായ ശാസ്ത്രജ്ഞരാണ്. അതിനകത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞരും അല്ലാത്തവരുമുണ്ട്. ഈ ശാസ്ത്രജ്ഞർ ചേർന്ന് ഈ 2025-26 പുറപ്പെടുവിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിന്റെ 40% 1% ഇന്ത്യക്കാരുടെ കയ്യിലാണ് എന്ന് വെച്ചാൽ അത്ര വലിയ അസമത്വമാണെന്നർത്ഥം. തീർന്നില്ല, 50% ജനം, അതായത് നമ്മുടെ ജനസംഖ്യ എത്രയാണ്? 146 കോടി 39 ലക്ഷം, ലോകത്തെ 1ാമത്തെ ജനസംഖ്യ.
ആ ജനസംഖ്യയുടെ 50% ആകെ കൈയാളുന്നത്, ആകെ പങ്കിടുന്നത് 15% ദേശീയ വരുമാനം മാത്രമാണ്. അത്ര വലിയ അസമത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ അതിദരിദ്രരും ദരിദ്രരും വളരെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവര്, സ്വന്തം അതായത് ഒരു രോഗം ബാധിച്ചാൽ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തവര്, വസ്ത്രം മേടിക്കാൻ നിവൃത്തിയില്ലാത്തവര്, ആഹാരം കിട്ടുന്നുണ്ട്. കാരണം ഭക്ഷ്യസുരക്ഷാ ആക്ട് 2013 അതനുസരിച്ച് പിന്നെ അരിയും ഒക്കെ കിട്ടുമെന്നുള്ളത് കൊണ്ട്, വില കുറച്ചും വെറുതെയും ഒക്കെ കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് അവര് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടാകണം. പക്ഷെ പോഷകാഹാരം അവിടെയും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ നേതാവിനും തോന്നും, അയ്യോ ഞാൻ സാധാരണക്കാരുടെ അടുക്കൽ ഒന്ന് പോണം, ഞാൻ ഇന്ന ഭാഗങ്ങളിലൊക്കെ, ഉദാഹരണം പാലക്കാട് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കറിയാം ഏതാനും വർഷം LDFന്റെ 2ാം വരവിന്റെ തൊട്ട് മുൻപാണ് അടിച്ചു കൊന്നത്. ഭക്ഷണത്തിന് വേണ്ടി ഇത്തിരി അരി മോഷ്ടിച്ച ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന അവസ്ഥ. അതുപോലെ എന്തുമാത്രം മരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ നേതാക്കൾക്ക് തോന്നണം, ഇനീക്വാളിറ്റി ലാബിന്റെ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ട് അവരുടെ ഉള്ളിൽ തോന്നേണ്ടതാണ്, ഈ സംസ്ഥാനത്തിന്റെ എല്ലാ കോണുകളിലും എത്തിപ്പറ്റി എവിടെയൊക്കെയാണ് ഇങ്ങനെ നിസ്സഹായാവസ്ഥയിൽ കാണുന്ന മനുഷ്യർ, എവിടെയൊക്കെയാണ് ഈ പറയപ്പെട്ട ഏറ്റവും ദരിദ്രരോ ഒക്കെ ആയിട്ടുള്ളവരുള്ളത്, അങ്ങനെ കണ്ടെത്തി അതിന് പരിഹാരം കാണണമെന്ന് സത്യസന്ധനും ക്രിയാശേഷി, അതായത് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണം എന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ, തീർച്ചയായിട്ടും ഇത്തരം ചിന്തകൾ വരും. അപ്പൊ അത്തരം ചിന്തകൾ ഇവരെ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് UDF ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംസ്ഥാനാന്തര പര്യടനം നടത്തി അവരുടെ താല്പര്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് കരുനീക്കങ്ങൾ നടത്താനും ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കാനും അതിനുള്ള പോളിസി മേക്കിംഗ് എന്തൊക്കെ വേണം, ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇലക്ഷൻ, അതായത് ജയിച്ച് കയറി കഴിയുമ്പോൾ മാത്രമല്ല, ജയിച്ച് കയറുന്നതിന് മുൻപ് ജയിച്ച് കയറിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ എല്ലാവിധ ചിന്തകളും ആ ചിന്തകളെ പ്രാക്ടിക്കലാക്കാനുള്ള കർമ്മ പരിപാടികൾ തുടങ്ങുക. അതാണ് ഈ യാത്രയുടെ ലക്ഷ്യമായിട്ട് നമുക്ക് തോന്നാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ VD സതീശനെ പറ്റി പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില സമയത്തൊക്കെ ശ്രീ VD സതീശൻ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അപ്പം പ്രതിപക്ഷ നേതാവ് പറയേണ്ട അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നതിന് മുൻപേ അദ്ദേഹം പറയേണ്ട അഭിപ്രായം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ചാടിക്കേറിയ അഭിപ്രായങ്ങൾ പറയുന്ന ചില നേതാക്കന്മാർ വേറെയും ഉണ്ട്. പക്ഷെ അവരോടൊന്നും കടിപിടി കൂട്ടാതെ, അവരെ ഒന്നും നിഷേധിക്കാതെ, അവർ പറഞ്ഞത് തെറ്റാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്നൊന്നും പറയാതെ തന്നെ VD സതീശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറയും. അങ്ങനെ തുറന്നു പറയാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെയാണ് ടോളറൻസ്. അവിടെയാണ് ടോളറൻസ് വരുന്നത്. അങ്ങേയറ്റം ടോളറൻസ്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സഹപ്രവർത്തകരുണ്ട്. അപ്പോഴും ശ്രീ VD സതീശൻ അറിയാം, അവരും തന്നെ പോലെ തന്നെ കഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു പോയാൽ തന്നെ അത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ആ തരത്തിലുള്ള ഒരു ടോളറൻസ് ആണ് എപ്പോഴും VD സതീശൻ കാണിക്കാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇരുമ്പുലക്ക പോലെയാണ്. അതാണ് വളരെ രസകരമായ മറ്റൊരു കാര്യം അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നല്ലേ, അദ്ദേഹം വളരെയധികം ചിന്തിച്ച് ആണ് സാധാരണ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാര്യങ്ങൾ പഠിച്ച് ചിന്തിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ സുചിന്തിതമായ തീരുമാനങ്ങളാകും. അത്തരം തീരുമാനങ്ങളെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ മാറ്റി പറയാനോ തുനിയേണ്ടി വരില്ല. അപ്പൊ ആ തരത്തിലാണ് സാധാരണ VD സതീശൻ അഭിപ്രായങ്ങൾ പറയാറുള്ളത്. എന്നാലോ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ വളരെ കണിശതയുള്ള ആളാണ്. ഒരിക്കലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിൽ പിടിച്ചു നിൽക്കും. ഒരു കാരണം അതാണ് അഭിപ്രായം ഇരുമ്പലൊക്കെയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ അദ്ദേഹം നിൽക്കും. അപ്പൊ അതിന് ഒരു ഒറ്റ ഉദാഹരണം മാത്രം നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. യുവജന നേതാവായി പ്രശസ്തനായി പാലക്കാട് ജയിച്ച് മുൻപന്തിയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി ഒരു സ്ത്രീ പീഡന പരാതി വരുന്നു. സ്ത്രീ പീഡന പരാതിയിൽ നമുക്കറിയാം, ഒരു പറ്റം ആൾക്കാർ ചേർന്നല്ല, ഒരു പുരുഷൻ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും
ഒരു 25% അതിന്റെ കുറ്റക്കാരി സ്ത്രീയും കൂടിയായിരിക്കും, പുരുഷൻ മാത്രമായിരിക്കില്ല. എന്നിരിക്കെ പോലും അത് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കോടതിയുടെ വിധികളിൽ നിന്ന് സ്ത്രീകളും അത്ര നിഷ്കളങ്കരല്ല ഇത്തരം കാര്യങ്ങളിൽ എന്ന് ഉറപ്പുവരത്തക്ക രീതിയിൽ ഉള്ള പിന്നെ കോടതി അഭിപ്രായങ്ങൾ നാം കേട്ടിട്ടുണ്ട്. അപ്പം വി.ഡി. സതീശൻ എന്ത് തീരുമാനമാണ് എടുക്കണോ, മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് തള്ളണോ കൊള്ളണോ എന്നൊക്കെയുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നപ്പോൾ വി.ഡി. സതീശൻ പൂർണ്ണമായും മാങ്കൂട്ടത്തിലിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് വി.ഡി. സതീശൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞു പിന്നെ മാങ്കൂട്ടത്തിലിന് ഒരു തരത്തിലും ഒരു കൺസെഷൻ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മറ്റു രാഷ്ട്രീയക്കാരൊക്കെ തന്നെ കൺസെഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നപ്പോൾ പോലും അദ്ദേഹം തയ്യാറായില്ല. അത് വളരെ ശക്തമായ ശരിയായ നിലപാടായിരുന്നു എന്ന് ഇന്നു മാത്രമല്ല വരും കാലങ്ങളിലും നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷേ മാങ്കൂട്ടത്തിൽ തന്റെ തെറ്റെല്ലാം തിരുത്തി ഒരു നല്ല മനുഷ്യനായി വന്നേക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഓട്ടിസന്റെ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ്, അതിനകത്ത് മൂന്നാമത്തെ പിന്നെ പാപമാണ് കാമം എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാഷ്ട്രീയക്കാരൻ സാധാരണക്കാരെ ചേർത്ത് പിടിക്കേണ്ട, ആബാലവൃത്തം ജനങ്ങളുടെയും കണ്ണീരൊപ്പേണ്ട, അവരോടൊപ്പം നിന്ന് അവരോടൊത്ത് സമാധാനിക്കുകയും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യേണ്ട ആളാണ് രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാമാതുരന്റെ വേഷം ധരിച്ച് തിന്മകളിലേക്ക് കൂപ്പുകുത്തി ഇറങ്ങുന്നത് കടുത്ത ശിക്ഷ അർഹിക്കുന്ന തെറ്റ് തന്നെയാണ്. ആ തെറ്റ് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ്, അതായത് അയാള് എല്ലാവർക്കും വഴി കാട്ടേണ്ടവനാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരെയും വഴിതെറ്റിക്കുന്ന രീതിയിലൂടെയാണ് മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ചത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ കൃത്യമായ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ പുറത്തെ എടുത്ത് വലിച്ചെറിയുകയായിരുന്നു ചെയ്തത്. ആ തീരുമാനം കൊണ്ട് തന്നെ സതീശന്റെ തീരുമാനങ്ങൾ എത്ര വെൽ ഡിസൈൻഡ് ആണ് എന്നുള്ളതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തെളിവാണ് ആ തീരുമാനം തന്നെ. അദ്ദേഹം വളരെ സത്യസന്ധനായാണ് തന്റെ പാർട്ടിയെ നയിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ എല്ലായ്പ്പോഴും, അതായത് വർഗീയതയ്ക്കെതിരെ എല്ലാ ജാതി ജനങ്ങളെയും, അത് സവർണരോ അവർണരോ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബോ എന്തുമാകട്ടെ, എല്ലാവരെയും സമന്മാരായി കണ്ട് ഒന്നിച്ചു കൊണ്ടുപോവുക. അവരെ പറ്റി അദ്ദേഹത്തിനുള്ള ചിന്തകളും അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ഒരേ തരത്തിൽ എന്താണ് പറയുക, ഒരച്ചിൽ വാർത്തെടുത്തതുപോലെയുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹത്തിന് ഇവരെ പറ്റി എല്ലാം ഉള്ളത്. അപ്പൊ അങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നേതാവിന് ഒരു കാരണവശാലും ജാതി സ്പർദ്ധ തുപ്പുന്ന ഒരു സംസാരത്തിനോടും ചേർന്ന് നിൽക്കാൻ പറ്റില്ല. ആ തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അദ്ദേഹം കർശനമായ രീതിയിൽ അതിനെതിരെ നിന്നെന്ന് മാത്രവുമല്ല, അങ്ങനെ എതിരെ നിൽക്കുന്നത് കൊണ്ട്, അതുപോലെയുള്ള ചില നിലപാടുകൾ എടുക്കേണ്ടി വരുന്നത് കൊണ്ട് എൻ്റെ പാർട്ടിയോ ഞാനോ പരാജയപ്പെടുന്നുവെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ പോലും തയ്യാറാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാനുള്ള ആ ധൈര്യം. അപ്പം അങ്ങനെ പറയുന്നു, അങ്ങനെ പോകുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ പറയുന്ന ഒരു നേതാവ്, വളരെ അപൂർവം നേതാക്കൾ മാത്രമേ ആ ചങ്കുറപ്പ് കാണിക്കാൻ തയ്യാറാകൂ. കാരണം അതായത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സ്ഥാനമോഹം കൊണ്ടല്ല. അദ്ദേഹം ഒരു ജനപ്രിയ നേതാവ്, ജനസേവനമാണ് അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ആ ആത്യന്തിക ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കിട്ടിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ പദവിയിലിരുന്ന് വളരെ നല്ലവണ്ണം വിരാജിക്കും, യാതൊരു സംശയവുമില്ല. കിട്ടിയില്ലെങ്കിലും അദ്ദേഹം അസ്വസ്ഥനാവുകയില്ല. ആരാണോ മുഖ്യമന്ത്രിയായി വരുന്നത് അവർക്ക് പാര പണിയാൻ നിൽക്കുകയുമില്ല. അത്രയും സ്വഭാവ വൈശിഷ്ട്യമുള്ള നേതാക്കന്മാരെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഞാൻ തന്നെ പിണറായി വിജയൻ 3 എന്ന് പറഞ്ഞ് എന്തുമാത്രം റീൽസ് ആണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ കോടി രൂപയാണ് ഈ നമ്മുടെ ഖജനാവ് കാലിയായിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് PR പബ്ലിക് റിലേഷൻസ് ഏജൻസീസിനെ പുതുതായിട്ട് നിയമിച്ച്
നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിൽ തന്നെ PRD ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് പോരാതെ എത്രയോ ഏജൻസികളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചാണ് മുഖം മിനുക്കുന്നത്. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ചില വീഡിയോകളിലൊക്കെ കേരളത്തിലെ റോഡുകളുടെ ചിത്രം കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ അന്തം വിട്ടുപോകും. ഇത് യൂറോപ്പിലെയോ മറ്റോ റോഡുകളായിരിക്കും എടുത്തിരിക്കുന്നത്, എന്നിട്ട് കേരളത്തിലെ എന്ന് പറഞ്ഞ് കാണിക്കുകയായിരിക്കും തോന്നും. കാരണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന മനുഷ്യർക്കറിയാം എത്ര പേരാണ് റോഡ് ആക്സിഡൻസ്, റോഡിന്റെ കുഴപ്പം കൊണ്ട് മാത്രമുള്ള ആക്സിഡൻസിലെ ഈ വർഷം തന്നെ മൃതിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിനെ പറ്റി, റോഡിനെ പറ്റിയും എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മുടെ മെഡിക്കൽ സിസ്റ്റം വെന്റിലേറ്റർ ആയിട്ട് ഒരു 5-8 വർഷമായി കാണും. പക്ഷെ ആ മെഡിക്കൽ സിസ്റ്റത്തെ പറ്റി തന്നെ പറയണേ എന്ത് മനോഹരമായിട്ട്, എന്തോ ഒരു അത് അയ്യോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഊറ്റം കൊള്ളുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കണം, നമ്മുടെ പ്രധാനമന്ത്രിയും ഇതുപോലെ ഊറ്റം കൊള്ളുകയാണ് ഇന്ത്യയെ പറ്റി. ആ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനത്താണ് ഈ ഹെൽത്ത് സിസ്റ്റം വെന്റിലേറ്ററിൽ കിടക്കുന്നത്. അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കും. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാത്തിനും റീൽസ് വകുപ്പിനെ PR ഏജൻസീസിനെ നിയമിച്ച് റീൽസ് ഇറക്കി മുഖം മിനുക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു വശത്തിരിക്കുകയാണ്. അങ്ങനെ റീൽസ് കൊണ്ട് ഇങ്ങനെ ജനങ്ങളെ മയക്കാമെന്ന് വിചാരിച്ച് ജനങ്ങളെ മയക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ മയങ്ങുന്നില്ല. അങ്ങനെ മയങ്ങുന്നില്ല എന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരു സർവേ, അതായത് ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു സർവേ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി മുൻപിൽ വന്നു നിൽക്കുന്നു മിസ്റ്റർ VD സതീശൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ജനസമ്മതി, അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രി ആയിരുന്നിട്ടില്ല, പോട്ടെ അദ്ദേഹം മന്ത്രി പോലും ആയിരുന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയുള്ള VD സതീശനെയാണ് ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രി പദവിയിലേക്ക് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നത് ഉറപ്പിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു നല്ല നേതാവ് ഉരുത്തിരിഞ്ഞു വരുന്നു. അതുപോലെ ആകട്ടെ ഇടതും വലതുമുള്ള നേതാക്കളെല്ലാം. അങ്ങനെ ഇടതും വലതുമുള്ള നേതാക്കളൊക്കെ VD സതീശനെ മാതൃകയാക്കി ഇപ്പോൾ VD സതീശൻ ഉള്ളതിനേക്കാളും ഉത്തമരായിട്ട് വളർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഒരു ലോക മാതൃക തന്നെ സൃഷ്ടിച്ചെടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കുള്ള ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ കഴിയും. നമ്മുടെ വ്യാവസായിക രംഗത്തെ മെച്ചപ്പെടുത്താൻ കഴിയും. കിഫ്ബി പോലെയുള്ള കടമാങ്ങൽ സോഴ്സസ് ഒക്കെ വേണ്ടെന്ന് വെച്ച് നമ്മുടെ PWD തന്നെ അതായത് ഇപ്പൊ കിഫ്ബി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ അതിനേക്കാൾ കാര്യക്ഷമമായി നാം ബജറ്റിൽ എടുക്കുന്ന കടം കൊണ്ട് തന്നെ PWDയിലെ ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യുന്നതാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വകുപ്പുകളിലും കേരളത്തിലെ ഗവൺമെന്റ് സർവീസിലേക്ക് പുറംവാതിൽ വഴി വന്നവരല്ലെങ്കിൽ അവരൊക്കെ മിടുക്കരാണ്. ആ മിടുക്കർ വിചാരിച്ചാൽ അവരിൽ വിശ്വാസം അർപ്പിക്കണം, അവരുടെ കാര്യക്ഷമതയ്ക്ക് മാർക്കിടണം. അങ്ങനെ കാര്യക്ഷമതയ്ക്ക് മാർക്കിടണം എന്ന് പറയുമ്പോൾ ഞാനിത് വെറുതെ പറയുകയല്ല. അമേരിക്കൻ ഇക്കോണമി 1ാമത്തെ GDP ആണ്, $33 ട്രില്യൺ. ആ GDP അവരെങ്ങനെ എത്തിച്ചേർന്നു എന്നല്ലേ, കാര്യക്ഷമതയ്ക്ക് മാർക്കിട്ടാണ്. 2019 നൊബേൽ പ്രൈസ് വാങ്ങിച്ച അഭിജിത് ബാനർജിയുടെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥം എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് 5 മാസം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണമോ 10 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണമോ അല്ല. 5 വർഷത്തിനും 10 വർഷത്തിനും പകരം എന്താണ് വേണ്ടത്? എഫിഷ്യന്റ് ആണോ അതത് വർഷം ഇൻക്രിമെന്റ്. ആ എഫിഷ്യൻസിക്ക് അനുസരിച്ച് 5 ഇൻക്രിമെന്റ് കിട്ടുന്നവരുണ്ടാകാം, 4 കിട്ടുന്നവരുണ്ടാകാം, 10 കിട്ടുന്നവരുണ്ടാകാം. ഒരു ഇൻക്രിമെന്റും കിട്ടാത്ത ഇഡിയറ്റ്സും കാണും. അത് കർമ്മശേഷി അനുസരിച്ച് അതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കാര്യക്ഷമതയുള്ളവരാണെങ്കിൽ അവരെല്ലാം ആ കാര്യക്ഷമത പുറത്തെടുക്കും. ഇക്കോണമി സത്വര വളർച്ച നേടും. അപ്പൊ അങ്ങനെ ഏത് തരത്തിലാണ് നമ്മുടെ സമ്പദ്ഘടനയെ വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു പറ്റം നേതാക്കൾ ശ്രീ VD സതീശനെ പോലെ ഇടതും വലതും ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടന നാം ആഗ്രഹിക്കുന്നത് പോലെ വളരും. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ആർത്തിരഹിത, കാമരഹിത, അസൂയരഹിത, അലസതരഹിത മനസ്സാണ്.